എയ്റോ ഇന്ത്യ 2025 ഇന്ത്യയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് ഷോ, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ എല്ലാം ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് ഷോ. നമ്മൾ സുഖോയ് എയർ ഷോയെ കുറിച്ച് സംസാരിച്ചു. അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന, യുഎയിൽ നടക്കുന്ന പല എയർ ഷോയ്ക്കും പല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഇവയ്ക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു ഷോയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? അതെ, F-35 ഇന്ത്യയിലേക്ക് വരുന്നത് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. അതേസമയം Su-57ഉം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, അതും സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ ഇനി പറയാൻ പോകുന്നത് ഒരു റൂമർ എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയണമോ, അതുമല്ലെങ്കിൽ ഇതിനകം നടന്ന സംഭവമാണെന്ന് പറയണോ, ഒന്നും തന്നെ അറിയില്ല. Su-75ഉം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അതിന്റെ ചില ഇമേജസ് ഓൺലൈനിൽ ലീക്ക് ആയിട്ടുണ്ട്. ഇവയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. Su-75, Su-57, F-35 ഈ മൂന്നിനും ഒരേ ഒരു ഐക്യമുണ്ട്. ഇവയെല്ലാം 5ാം തലമുറ യുദ്ധവിമാനങ്ങളാണ്. എന്നാൽ ഈ മൂന്നിനും പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. F-35 ഇതിനകം പല വർഷങ്ങളായി സർവീസിലുള്ള ഒരു വിമാനം, ലോകത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വിമാനം. Su-57 ഇപ്പോൾ സർവീസിൽ ഉണ്ടെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ 6 മാസമായി മാത്രമേ ഇതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിൽ ഇതിന്റെ കഴിവ് കാണിക്കണം എന്നതിന് വേണ്ടി റഷ്യ കൂടുതലായും ഈ വിമാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. Su-75 പറക്കാൻ കഴിയുന്ന രീതിയിൽ 2 പ്രോട്ടോടൈപ്പ് മാത്രമാണ് ഇപ്പോൾ വരെയും നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ അതും ഉൽപ്പാദിപ്പിച്ച് അവസാനിച്ചോ എന്നുള്ള വാർത്തകളൊന്നും അറിയില്ല. അപ്പോ ഒന്ന് ഇതിനകം പ്രൂവ് ചെയ്തത്, മറ്റൊന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇപ്പോഴും ബാറ്റിൽ വന്നിട്ടില്ല. ഈ 3 വിമാനങ്ങളും ഒരേ നേർരേഖയിൽ നിർത്തിയാൽ എങ്ങനെയായിരിക്കും? അതും ഈ 3 നോക്കിയാൽ 2 റഷ്യയുടേത്, 1 അമേരിക്കയുടേത്. ഇവരെക്കുറിച്ച് നമുക്ക് നന്നായി തന്നെ അറിയാം. വലിയ ശത്രുക്കൾ, ഒരു ലോക യുദ്ധമുണ്ടാക്കാൻ കഴിവുള്ള ശക്തികളാണ് രണ്ടുപേരും. ഈ 3 വിമാനങ്ങളെയും കൊണ്ടുവന്ന് ഒരു രാജ്യത്ത് നിർത്തി അത് എക്സിബിഷൻ നടത്തിയാൽ എങ്ങനെ ഒരു കാര്യമായിരിക്കും അവിടെ സംഭവിക്കുക? അതാണ് എയ്റോ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ F-35നെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. F-35 എന്നത് ലോകത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് 5th ജെൻ ഫൈറ്റർ ജെറ്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ചിലവും അധികമാണ്, ഓപ്പറേഷണൽ കോസ്റ്റും അധികമാണ്, അതിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റും അധികമാണ്, അതിന്റെ സ്പെയർ പാർട്സ്, ഇങ്ങനെ മറ്റു പല കാര്യങ്ങൾ എല്ലാം ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എലൈറ്റായ കുടുംബത്തിലെ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇനി Su-57 എടുത്താൽ അതൊരു പാവങ്ങളുടെ പറക്കം തളിക എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ് ആണ്. F-35 വാങ്ങണം, Su-57 വാങ്ങണം, ഈ ഒരു ചോദ്യത്തിനിടയിൽ Su-75ഉം അകത്തേക്ക് വന്നിട്ടുണ്ട്. Su-75 എന്തുകൊണ്ട് ഇന്ത്യ കൺസിഡർ ചെയ്യണം? ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ അറിയണം. കാരണം എല്ലാവരും പറയുന്നത് ഒരു F-35 50 ഫൈറ്റർ ജെറ്റ് വാങ്ങണം, 50 Su-57 വാങ്ങാം. ഇങ്ങനെ ഒരു 100 ഫൈറ്റർ ജെറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമായ എല്ലാ സ്ക്വാഡ്രനും കംപ്ലീറ്റ് ആയി ഫോം ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറയും. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം F-35 മൊത്തത്തിൽ വേറെയാണ്, Su-57ഉം വ്യത്യസ്തമാണ്. അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് മുഴുവനായും എല്ലാം മാറ്റേണ്ടി വരും. അതിനായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, അതിന്റെ ഏവിയോണിക് സിസ്റ്റം, അതിനാവശ്യമായ റിപ്പയർ, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി എല്ലാം മാറ്റേണ്ടതായി വരും. പ്രധാനമായ ഒരു കാര്യം, F-35 നമ്മൾ വാങ്ങി ഉപയോഗിക്കണം എന്നതല്ലാതെ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് അത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. തീർച്ചയായും സാധിക്കില്ല. ടെക്നോളജി ട്രാൻസ്ഫർ ഒരിക്കലും നടക്കില്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അത് നടക്കില്ല. എന്നാൽ Su-57 വാങ്ങിയാൽ, Su-75 വാങ്ങിയാൽ ഇവ രണ്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് F-35 വേഴ്സസ് Su-75, ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. F-35 നോക്കിയാൽ അതിന്റെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി എന്നത് 8 ടണ്ണിലും അധികമാണ്. എയർ ടു എയർ മിസൈൽ, എയർ ടു ഗ്രൗണ്ട് മിസൈൽ, കൂടാതെ ന്യൂക്ലിയർ ക്യാപ്പബിൾ പ്ലെയിൻ, ആണവായുധങ്ങളെ കൊണ്ടുപോയി ശത്രുക്കളുടെ പൊസിഷൻസിൽ ആക്രമണം നടത്താൻ കഴിവുള്ള ക്യാപ്പബിൾ ആയ ഫൈറ്റർ ജെറ്റ്, കൂടാതെ സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ജെറ്റിൽ ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഈ ഒരു വിമാനമാണ്. ഇതിന്റെ മാക്സിമം റേഞ്ച് 1200 കിലോമീറ്ററിലും അധികമുണ്ട്.
ഞാനീ പറയുന്നത് കോമ്പാക്ട് റേഡിയസ് ആണ്. ഇത്രത്തോളം റീഫ്യൂവലിംഗ് ഇല്ലാതെ തന്നെ ഒരു ഏരിയൽ അറ്റാക്ക് ചെയ്തിട്ട് തിരികെ വരാൻ കഴിവുള്ള മാക്സിമം റേഞ്ച് ഉള്ള ഒരു വിമാനമാണ്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 1.6 മടങ്ങ് വേഗതയിൽ പോകാൻ കഴിവുള്ള അമേരിക്കയുടെ ഒരു സൂപ്പർ വിമാനം. അതേസമയം Su-75 എടുക്കുകയാണെങ്കിൽ Su-75 എന്നത് റഷ്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ്. ഇപ്പോഴത്തേക്ക് അവർ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണോ നൽകിയത് അതുമാത്രം നമുക്ക് നോക്കാം. ഈ സ്പെസിഫിക്കേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡിനെ ആദ്യം കമ്പയർ ചെയ്യാം. അമേരിക്കയുടെ F-35യുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഇത് 200 km/h കൂടുതൽ വേഗതയിൽ പോകാൻ കഴിവുണ്ട്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 1.5 മടങ്ങ് വേഗതയിലാണ് F-35 പോകുന്നതെങ്കിൽ ഇത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 1.8 മടങ്ങ് അധികം പോകാൻ കഴിവുള്ള വിമാനമാണ്. ഇതിന്റെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി എന്നത് F-35നേക്കാളും 1 ടൺ കുറവാണ്. കാരണം 7 ടണ്ണോളം വരുന്ന ഭാരമുള്ള സ്ഫോടക വസ്തുക്കളെ ഇതിന് കൊണ്ടുപോയി ആക്രമണം നടത്താൻ സാധിക്കും. എന്നാൽ ഇതിന്റെ കോമ്പാക്ട് റേഡിയസ് 600 കിലോമീറ്റർ ഉണ്ട്. അതായത് 1800 കിലോമീറ്റർ വരെയും റീഫ്യൂവലിംഗ് ഇല്ലാതെ ഈ ഒരു വിമാനത്തെ കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോ കോമ്പാക്ട് റേഡിയസിനെ സംബന്ധിച്ച് ഈ ഒരു വിമാനം വീണ്ടും കൂടുതൽ ദൂരത്തിൽ ചെന്ന് ആക്രമണം നടത്താൻ സാധിക്കും. എന്നാൽ RCS റേഡാർ ക്രോസ് സെക്ഷൻ ഈ ഒരു ടോപ്പിക് എടുത്താൽ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് റഷ്യയുടെ 2 ഫൈറ്റർ ജെറ്റിനെയും F-35ന്റെ കൂടെയോ അല്ലെങ്കിൽ F-22 റാപ്റ്ററിന്റെ കൂടെയോ കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. തീർച്ചയായും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം RCS എന്നത് റഷ്യയുടെ പക്കലുള്ള എല്ലാ വിമാനങ്ങളെക്കാട്ടിലും Su-75ന് കുറവാണ്. 0.01 മുതൽ 0.05 സ്ക്വയർ മീറ്റർ വരെയാണ് ഇതിൽ RCS ഉള്ളത്. മറ്റ് വിമാനങ്ങളുമായി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. എന്നാൽ അത് തന്നെ F-35യുമായി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, F-22 റാപ്റ്ററുമായി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരല്പം കൂടുതൽ തന്നെയാണ്. കാരണം F-35ന്റെ റഡാർ ക്രോസ് സെക്ഷൻ 0.001 ആണ്. അപ്പോൾ അമേരിക്കയുടേതുമായി വെച്ച് നോക്കുമ്പോൾ ഇതിന് റഡാർ ക്രോസ് സെക്ഷൻ കൂടുതൽ തന്നെയാണ്. എന്നാൽ ഒരു രാജ്യത്തിന് റിക്വയർമെന്റ് ഉണ്ടല്ലോ. ഒരു വസ്തു നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിനായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ടായിരിക്കണം. കാരണം മാർക്കറ്റിൽ ഒരേ സ്പെസിഫിക്കേഷനോട് കൂടിയ ഒരു 10 വസ്തുക്കൾ ഉണ്ടായിരിക്കും. നമുക്കതിൽ ഏതാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് അതിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം ഡിഫൻസിന് കൂടുതൽ ചിലവാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, ഇവിടെയുള്ള ചില സാഹചര്യങ്ങൾ എല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഡിഫൻസിന് സ്പെൻഡ് ചെയ്യുന്ന അളവെന്നത് വളരെ വളരെ കുറവാണ്. ഒരു F-35ന്റെ വില നോക്കിയാൽ 80 മില്യൺ മുതൽ 100 മില്യൺ വരെയുണ്ട്. ഒരേ ഒരു ഫൈറ്റർ ജെറ്റിന്റെ കോസ്റ്റ് ആണിത്. അതേസമയം Su-75 എടുത്തു നോക്കിയാൽ ഒരു സിംഗിൾ ഫൈറ്റർ ജെറ്റിന്റെ കോസ്റ്റ് എന്നത് വെറും 30 മുതൽ 40 മില്യൺ മാത്രമേ ഉള്ളൂ. ഒരു F-35 നമ്മൾ വാങ്ങുന്ന സ്ഥാനത്ത് എക്സ്ട്രാ ഒരു 10-20 മില്യൺ ചിലവാക്കിയാൽ നമ്മളെ കൊണ്ട് 3 Su-75 വാങ്ങാൻ സാധിക്കും. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്ന കോൺസെപ്റ്റ് ആണ്. ഈ ക്വാണ്ടിറ്റി എന്നത് തീർച്ചയായും ആവശ്യമാണ്. അതേസമയം ക്വാളിറ്റിയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്ന കോൺസെപ്റ്റ് തീർച്ചയായും നമുക്ക് മാച്ച് ആകും. വ്യക്തമായി പറയണമെങ്കിൽ നമ്മുടെ പക്കൽ എണ്ണം കൂടുതലാണെങ്കിൽ എങ്ങനെയുള്ള വ്യോമസേനയെയും എന്നെ കൊണ്ട് വീഴ്ത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു കാര്യം. കാരണം നമ്മുടെ AMCA പ്രോജക്റ്റ് വരാൻ വീണ്ടും ഒരു 10-15 വർഷം എടുക്കും. ഈ 15 വർഷത്തിനുള്ളിൽ നമ്മുടെ ശത്രുവിന്റെ പക്കൽ 5th ജെൻ എയർക്രാഫ്റ്റ് വരും. ഇതിനകം ചൈന 600 കിലോമീറ്റർ റേഞ്ചുള്ള ലോകത്തിലെ വളരെ ലോങ്സ്റ്റ് റേഞ്ചുള്ള എയർ ടു എയർ മിസൈൽ കൊണ്ടുവന്നു. അവരുടെ പക്കൽ 6th ജെൻ എയർക്രാഫ്റ്റ് ഉണ്ട്. ഇവയെല്ലാം മനസ്സിൽ വെച്ച് നോക്കിയാൽ നമ്മുടെ പക്കൽ കോസ്റ്റ് കുറവുള്ള അതേസമയം സ്റ്റെൽത്ത് ഫീച്ചർ അധികമായിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആവശ്യമാണ്. അതിന് Su-57, Su-75 ഇത് രണ്ടുമാണ് ഉള്ളതിൽ വെച്ച് ബെറ്റർ ആയ ഓപ്ഷൻസ്. ഇതല്ലാതെ നമ്മൾ വീണ്ടും F-35ന്റെ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ കുഴിക്കുന്ന ഒരു കുഴിയായി മാറും അത്. ഇപ്പോ ഇത് പലർക്കും ദേഷ്യമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. F-35 എന്നത് ലോകത്തിലെ സുപ്പീരിയർ ആയ ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. അത് നമ്മുടെ ഇന്ത്യ വാങ്ങണമെന്നുള്ള പല അഭിപ്രായം പലർക്കും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നിലവിലെ സാഹചര്യം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, സിറ്റുവേഷൻസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ്, അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പാസ്റ്റ് പ്രസന്റ് റിലേഷൻഷിപ്പ്, ഭാവിയിൽ അത് എങ്ങനെയെല്ലാം മാറാം, അവർ നമ്മൾ എന്തെല്ലാം ചെയ്യും, ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേക്ക് നമ്മൾ അമേരിക്കയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നമ്മൾ തീരുമാനമെടുത്ത് അവരുടെ പക്കൽ പോയാൽ സ്നേഹത്തോടുകൂടി ഒരു കൈ കൊണ്ട് ഷേക്ക് ഹാൻഡ് നൽകും. പക്ഷെ അടുത്ത കൈയിൽ അവർ ഒരു കത്തി വെച്ചിട്ടുണ്ടാകും, എപ്പോ വേണമെങ്കിലും നമ്മെ തകർക്കാനായി. അപ്പോ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് എത്ര തന്നെ ടെക്നോളജിക്കലി സുപ്പീരിയർ ആയാലും
എത്ര തന്നെ സൂപ്പർ ആയിരുന്നാലും നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ നമ്മൾ നിർമ്മിക്കുന്നതുവരെയും ഇവിടെ റഷ്യയുടെ വിമാനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് നല്ലൊരു ഓപ്ഷൻ. കോസ്റ്റ് വൈസ് ആയാലും അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീച്ചേഴ്സ് വൈസ് ആയാലും. വീണ്ടും മറ്റൊരു പ്രത്യേകത അറിയേണ്ടത്, റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്. ഈ വിമാനങ്ങൾ നിങ്ങൾ തന്നെ വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിயின் കീഴിൽ നിങ്ങൾ നിർമ്മിക്കുക. എല്ലാത്തിനും ഞങ്ങൾ സഹായിക്കാം എന്ന വാക്ക് റഷ്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അമേരിക്ക പറയില്ല. കാരണം വളരെ ക്രൂഷ്യൽ ടെക്നോളജിയാണ്. ഇത്രത്തോളം കമ്പയർ ചെയ്യുമ്പോൾ Su-75 നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പോ ഇത് മൂന്നും ഒരുമിച്ച് വരികയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു വലിയ സംഭവം നമുക്കായി കാത്തിരിക്കുകയാണ്. ഇപ്പൊ F-35 സംബന്ധിച്ച് അതിന്റെ അറൈവൽ ഏകദേശം കൺഫേം ആയി. എന്നാൽ ഡെമോൺസ്ട്രേഷൻ ടീം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവർ വന്നാൽ മാത്രമേ വിമാനം എങ്ങനെയെല്ലാം പറക്കണം, എങ്ങനെയെല്ലാം ചെയ്യരുത്, മെനുവേഴ്സ് ഇതെല്ലാം ചെയ്ത് കാണിക്കുകയുള്ളൂ. പകരം സാധാരണ ട്രെയിനിങ് ടീമാണ് വരുന്നത്. ഇവരെ കൊണ്ടും ചില കാര്യങ്ങൾ അവിടെ ചെയ്ത് കാണിക്കാൻ സാധിക്കും. പക്ഷെ ഡെമോൺസ്ട്രേഷൻ ടീമിന് ചെയ്യാൻ കഴിയുന്നത്ര ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇനി എയ്റോ ഇന്ത്യയിലേക്ക് ആരെല്ലാമാണ് പോകുന്നത്? അങ്ങനെ പോകുന്നവർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരിക്കുകയാണ്. Su-57, Su-75 ഇവയെ ഒരുമിച്ച് കാണാനുള്ള ഒരു നല്ല അവസരം. അങ്ങനെ പോയി വന്നവർ തീർച്ചയായും നിങ്ങളുടെ കമന്റ്സ് ഈ വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യുക. Su-57, Su-75 ഇത് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഏതാണ് നല്ല വിമാനമായി തോന്നുന്നത്? അതിനുള്ള കാരണവും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.